കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും സന്തോഷത്തോടുകൂടെ രാവിലെ സമയത്ത് എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, അനുഗ്രഹമായി തീരട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹിസ്കിയ രാജാവിനെ കുറിച്ചാണ് പഠിക്കുവാനായിട്ടിടയായി തീർന്നത്. ഹിസ്കിയ രാജാവ് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിനു വേണ്ടി നിവര നിന്ന ഒരു രാജാവായിരുന്നു. എന്ന് പറഞ്ഞാൽ ആലയത്തെ ശുദ്ധീകരിക്കുന്ന കാര്യത്തിലും ആലയത്തിൻ്റെ ആരാധന ക്രമപ്പെടുത്തുന്ന കാര്യത്തിലും ഇസ്രായേൽ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ചില അന്യ ആരാധനകളെ ആലയത്തിൽ നിന്ന് പറിച്ചു കളയുന്ന കാര്യത്തിലുമൊക്കെ ഹിസ്കിയാവ് വളരെ തീരുമാനമെടുക്കുവാനും അതിനുവേണ്ടി തൻ്റെ ഇടത്തോടെ മുന്നോട്ട് ഇറങ്ങി വരികയും ചെയ്ത അനുഗ്രഹിതനായ ഒരു രാജാവായിരുന്നു ഹിസ്കിയ രാജാവ്. എന്നാൽ അശൂർ രാജാവിനെ പരാജയപ്പെടുത്തി ഒരു നല്ല വിജയം കൈവരിച്ച് മുന്നോട്ട് വരുമ്പോൾ ദൈവത്തിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ശാരീരിക പ്രശ്നം ഉണ്ടാകുകയാണ്. മരണകരമായ രോഗം തന്നെ എന്തു ചെയ്യുന്നു, പിടിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഒരു സന്ദർഭം, ഒരു വിജയം മുമ്പിൽ ലഭിക്കപ്പെട്ടു. അതിൻ്റെ സന്തോഷം തുളുമ്പി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ഒരു വേദനകരമായ അനുഭവം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പ്രതീക്ഷകൾ നമ്മൾ പല കാര്യങ്ങളിലും വെച്ചിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ പല രീതിയിലും വളർത്തിയെടുത്തിയിട്ട് അതിൻ്റെ എല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തി ഒന്ന് നിവര നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വേദനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ഹിസ്കിയാവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിന് നേരെ വന്ന ഈ പ്രതിസന്ധിയെ താൻ നേരിട്ടത് എങ്ങനെയാണെന്നറിയാവോ? ഒന്ന്, 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഒന്ന്, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു. അതിനു മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് താൻ മരിച്ചു പോകുമെന്നുള്ള ദൂത് പ്രവാചകനായ യെശയ്യാവ് തന്നോട് വന്ന് പറയുമ്പോൾ താൻ വളരെ വേദനയോടെ ചുവരിൻ്റെ നേരെ മുഖം തിരിച്ച് കരയുവാൻ തുടങ്ങി, ഏങ്ങലിടിച്ച് കരയാൻ തുടങ്ങി. ആരും എൻ്റെ കരച്ചിൽ കാണരുത്, എൻ്റെ ദൈവം മാത്രമേ കാണാവുള്ളൂ. അതാണ് ചുവരിൻ്റെ നേരെ മുഖം തിരിച്ചു. ഇന്ന് രാവിലെ സമയത്ത് നിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, തകർക്കുന്ന ഏതെങ്കിലും വിഷയം നിന്നെ അലട്ടുന്നെങ്കിൽ നീ ആ ചുവരിൻ്റെ നേരെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാണാതെ ആരുടെയും മുഖത്ത് നോക്കുക. ഭാര്യ കാണരുത്, ഭർത്താവ് കാണരുത്, കുഞ്ഞുങ്ങൾ കാണരുത്, ദൈവം ആരും കാണാതെ നീ ഒന്ന് കരയാൻ തയ്യാറായാൽ ഞാൻ ഉറപ്പ് പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീരും. അവിടെ ഹിസ്കിയാവ് എന്ത് ചെയ്തു? വളരെ വേദനയോടെ കരയുകയാണ്. ദൈവത്തിന് ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രവാചകനായ യെശയ്യാവ് പറയാം, ആമോസിൻ്റെ മകനായ യെശയ്യാവ് പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകാൻ ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നു, ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ആ ഭാഗമൊന്ന് മറന്നു പോരുത്. വിഷയങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് ഓടി ഒളിക്കുന്ന അനുഭവം ഉണ്ടാകരുത്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയാതെ വരികയാണ്. വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ആരാധന മുടക്കുകയാണ്. വിഷയങ്ങൾ വരുമ്പോൾ പള്ളിയിലേക്കുള്ള യാത്ര പര്യവസാനിപ്പിക്കുകയാണ്. വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർത്തുകയാണ്. നമുക്ക് നേരെയുള്ള അവഹേളനവും അപകീർത്തിയും മോശകരമായ വാക്കുകളുമൊക്കെ നമുക്ക് നേരെ ഒരു അസ്ത്രം വരുന്നത് പോലെ പാഞ്ഞു
വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവിടെ പര്യവസാനിക്കുന്നു, നമ്മുടെ പ്രസംഗങ്ങൾ തുടരാൻ പറ്റാതെ വരുന്നു, നമ്മൾ മാനസികമായി തളരുന്നു, ദൈവത്തോട് പോലും ഒരു പിണക്കത്തിലേക്ക് മാറുന്നു. എന്നാൽ ഹിസ്കിയാവ് അങ്ങനെയല്ല ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, മരിച്ചു പോകുമെന്നുള്ള ദൂത് കൃത്യമായ നിലയിൽ പ്രവാചകൻ അന്നത്തെ കാലത്ത് പ്രവചനം പച്ചിലയും കത്രികയും പോലെ നിൽക്കുന്ന പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ദൈവത്തിന് സ്തോത്രം പ്രവചിക്കുന്നത് അതേപടി നിവൃത്തിപഥത്തിലേക്ക് വരുന്ന ആ പ്രവാചകൻ്റെ വാക്ക്, നീ മരിച്ചു പോകും എന്നുള്ള ആ കൃത്യമായ ദൂത് കേട്ടിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരിയുവാനിടയായിത്തീർന്നു. സ്തോത്രം. നമുക്ക് ലഭിക്കപ്പെടുന്ന ദൂത് സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ ആകട്ടെ, മുറിപ്പെടുത്തുന്നതോ തകർക്കുന്നതോ ആകട്ടെ, ചുവരിൻ്റെ നേരെ മുഖം തിരിക്കുവാൻ നീ തയ്യാറായാൽ നിന്റെ വീട്ടിലെ വിഷയം പരിഹരിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. തീർച്ചയായും നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മരണകരമായ എല്ലാവിധ ഹല്ലേലൂയ തകർച്ചയിൽ നിന്നും, വീഴ്ചയിൽ നിന്നും, മാനസിക തകർച്ചയിൽ നിന്നും ദൈവം നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കട്ടെ. ദൈവം നിങ്ങളെ അതിനായി ബലപ്പെടുത്തട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ ശക്തി അയക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ താഴ്ത്തട്ടെ, വലിയ വിടുതൽ വ്യാപരിച്ചാട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവർ കേൾക്കുവാനും അവർക്ക് വിടുതൽ ഉണ്ടാകുവാനും കാരണമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.